അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസുണ്ട്. മൻ താബ ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. സൂര്യൻ മഗ്രിബിൽ നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കുന്ന ആളുകൾ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും എന്നതാണ് ഹദീസിൻ്റെ അർത്ഥം. ഇവിടെ നമ്മളെ മുസ്തഫ മൗലവി, മഹാ ഹദീസ് പണ്ഡിതനും ഹദീസ് നിഷേധിയുമായിട്ടുള്ള മുസ്തഫ മൗലവി ഈ ഹദീസിനെ നിരൂപണം നടത്തുന്നുണ്ട്. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കാനുണ്ടാവില്ല, ഉദിക്കുന്നത് എവിടെയാണോ അതാണ് കിഴക്ക് എന്നാണ് മൂപ്പര വാദം. ഉദിക്കുന്നത് എവിടെയാണോ എവിടെ നിന്നാണോ അതാണ് കിഴക്ക്. അതുകൊണ്ട് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കാനുള്ളത് ഉണ്ടാവില്ല. രണ്ടാമത് മൂപ്പര വാദം, അള്ളാഹുവിന് ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അള്ളാഹു മാറ്റുകയില്ല. ഈ രണ്ട് വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മൂപ്പര് ഈ ഹദീസിനെ ഖണ്ഡിക്കുന്നത്. ഇവിടെ എന്തുമാത്രം പൊട്ടത്തരമാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഒന്നാമതായിട്ട് ഈ ഹദീസിലെ പ്രയോഗം എന്താണ്? മൻ താബ ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. മഗ്രിബിൽ നിന്ന്, മഗ്രിബ് പറഞ്ഞാൽ മശ്രിഖ് മഗ്രിബ്, ഈ രണ്ട് പദത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം എന്താണ്? പടിഞ്ഞാറ് കിഴക്ക് എന്നുള്ളത് മലയാളമാണ്. അറബിയിൽ മശ്രിഖ് മഗ്രിബ് പറഞ്ഞാൽ, മശ്രിഖ് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം, മഗ്രിബ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന ഭാഗമാണ്. യഥാർത്ഥത്തിൽ മശ്രിഖും മഗ്രിബും ഉണ്ടോ? അതും ഇങ്ങനെയുള്ള ഹദീസ് നിരൂപകന്മാരും നിഷേധികളുമായിട്ടുള്ള ആളുകൾ വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ മശ്രിഖും മഗ്രിബും ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഭൂമി മാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ അതും അണ്ഡാകൃതിയിലുള്ള എല്ലാ വസ്തുക്കൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് വെളിച്ചം വരും, മറ്റൊരു ഭാഗത്ത് ഇരുട്ടുണ്ടാവും. മറ്റൊരു ഘട്ടത്തിൽ ഇരുട്ടുള്ള ഭാഗത്ത് വെളിച്ചം വരും, വെളിച്ചം ഉണ്ടാകുന്ന ഭാഗത്ത് ഇരുട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ആപേക്ഷികമാണ്. ഈ മഗ്രിബ്, പടിഞ്ഞാറ്, കിഴക്ക് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ആപേക്ഷികമാണ്. ഒരാൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോയി നിൽക്കുക, നടന്നു. അയാളുടെ നടത്തം, അയാൾ മരിക്കണ വരെ നടന്നാൽ പോലും അയാൾക്ക് പടിഞ്ഞാറെത്താൻ കഴിയില്ല. മറിച്ചും അങ്ങനെയാണ്. അയാൾക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നടന്നു നോക്കുക, അയാൾ മരിക്കണത് വരെ നടന്നാലും അയാൾക്ക് കിഴക്കെത്തിപ്പെടാൻ കഴിയില്ല. കാരണം എന്താണ്? കിഴക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ പടിഞ്ഞാറെന്ന് പറയുന്ന നിശ്ചിതമായിട്ടുള്ളൊരു സ്ഥലമില്ല എന്നുള്ളതാണ് വസ്തുത. തെക്കും വടക്കുമാണെങ്കിൽ പിന്നെയും അത് നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ മഗ്രിബ് മശ്രിഖ് എന്ന് പറയുന്നത് പ്രാദേശികമായി ഒരുപാട് മശ്രിഖ് മഗ്രിബുകളുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മശാരിഖൽ അർളി വ മഗാരിബിഹ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മശാരിഖൽ അർളി വ മഗാരിബിഹ, ഭൂമിയിലെ മശ്രിഖുകളും മഗ്രിബുകളും എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സൂര്യോദയ സ്ഥാനങ്ങളും സൂര്യാസ്തമയ സ്ഥാനങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്ന മശ്രിഖ് മഗ്രിബ്, അതുപോലെ ഹദീസിൽ പറഞ്ഞ മശ്രിഖ് മഗ്രിബ്, ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഇത് മുസ്തഫയെ പോലുള്ള ഒരാൾക്ക് മനസ്സിലാവാത്തതല്ല പ്രശ്നം. അത് മനസ്സിലായിക്കൊണ്ട് തന്നെ അതിനെ തള്ളിപ്പറയുന്ന സമീപനമാണ് ഇവിടെ മുസ്തഫ സ്വീകരിക്കണമെന്നുള്ളതാണ്. മുസ്തഫയെ മനസ്സിലാക്കിയ ആളുകൾക്ക് ബോധ്യമാവും. പിന്നെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ വഴിതെറ്റിക്കുക എന്നതാണ് ഇവിടെയൊക്കെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൻ താബ ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ അത് അസ്തമിച്ചത് ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് നിന്ന് ഉദിക്കുന്നതിൻ്റെ മുമ്പ് എന്നാണ് ശരിക്കും ഈ പദത്തിൻ്റെ അർത്ഥം. അതിനെ നമ്മൾ പടിഞ്ഞാറ് കിഴക്ക് എന്നൊക്കെ പറയുന്നു എന്നുള്ളത് അത് ഭാഷാപരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ സൂര്യൻ എവിടെയാണോ ഏത് ഭാഗത്താണോ അസ്തമിച്ചത് ആ അസ്തമിച്ച ഭാഗത്ത് കൂടി സൂര്യൻ പുറപ്പെടും, ഉദിക്കും. അത് സംഭവിക്കുന്നതിന് മുമ്പ് ഒരാൾ പശ്ചാത്തപിച്ചാൽ താബല്ലാഹു അലൈഹി, അള്ളാഹു അയാളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്ന.
അപ്പോൾ ഇവിടെയാണ് രണ്ടാമത്തെ സംഗതി, പിന്നെ അള്ളാഹു അവൻ്റെ നടപടിക്രമത്തിൽ മാറ്റം വരുത്തൂല എന്ന് മൂപ്പർ തട്ടി വീണത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പറയണത്? അള്ളാഹു അവൻ്റെ നടപടിക്രമത്തിൽ മാറ്റം വരുത്തുകയില്ല എന്നതാണ് ഖുർആനിലെ ചില പ്രയോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നശിക്കാൻ പാടില്ലല്ലോ. കാരണം ഖുർആൻ ഇപ്പോഴുള്ള ഇവിടുത്തെ സുന്നത്ത് എന്താ? അള്ളാഹിൻ്റെ സുന്നത്ത്, അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു. അത് സൃഷ്ടിച്ചതിൻ്റെ ശേഷം പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ വികസിച്ചുകൊണ്ടേയിരിക്കാനുള്ള സുന്നത്ത്, അള്ളാഹുവിൻ്റെ വികസിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമം, ആ നടപടിക്രമം നിരന്തരമായി തുടർന്നു കൊണ്ടേ പോകണം. അതിനറ്റമില്ലാതെ ഒരു നാശവും ഈ പ്രപഞ്ചത്തിന് സംഭവിക്കാതെ തുടർന്നു കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഇയാൾ പറയുന്ന, നമ്മളെ മുസ്തഫ മൗലവി പറഞ്ഞ രീതിയിലുള്ള ഒരു സുന്നത്ത് നിലനിൽക്കുള്ളൂ. അതേ അവസരം ഈ വികാസം അത് പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നൊരു ചോദ്യമല്ലേ. സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിൻ്റെ മറുപടി ബലൂണ് വീർപ്പിച്ച് അതിങ്ങനെ വികസിച്ച് അവസാനം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അത് പൊട്ടി തകരുക എന്നുള്ള ഇതുതന്നെയാണ് പ്രപഞ്ചത്തിനും സംഭവിക്കാൻ പോണത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അള്ളാഹുവിൻ്റെ സുന്നത്തിന്, പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ സുന്നത്തിന് മാറ്റം ഉണ്ടാവും. അത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമീപനങ്ങളിലടക്കം മാറ്റമുണ്ട്. അപ്പോൾ എന്നതുപോലെ തന്നെ സൂര്യൻ അത് അസ്തമിച്ച ഭാഗത്ത് കൂടി ഉദിച്ചു വരാമെന്നുള്ളതും സംഭവിക്കും. അതായത് അതിന് മാറ്റം വരുമെന്നാണ്. അപ്പോൾ ഖുർആനിൽ ചില പ്രയോഗങ്ങളുണ്ടല്ലോ, ഇത് വച്ചിട്ടാണ് മൂപ്പര് കാച്ചണത്. എന്താണ് ആ പ്രയോഗം? ലാ മുബദ്ദില ലി കലിമാത്തില്ല സുന്നത്തല്ലാഹില്ലത്തി ലാ തബ്ദീല ലി സുന്നത്തില്ലാഹി വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലി സുന്നത്തില്ലാഹി തഹ്വീല എന്നൊക്കെയുള്ള പ്രയോഗമാണ് മൂപ്പരെ മനസ്സിലുള്ളത്. ഇതൊക്കെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പുത്തരങ്ങൾ മൂപ്പർ തട്ടി വീഴുന്നത്. യഥാർത്ഥത്തിൽ എന്തായി പറഞ്ഞതിൻ്റെ താല്പര്യം? അള്ളാഹു അവൻ്റെ സുന്നത്തിന് മാറ്റം വരുത്തുകയില്ല എന്നാണോ, അതോ അള്ളാഹുവിൻ്റെ സുന്നത്തിന് മാറ്റം വരുത്താൻ അവൻ്റെ സൃഷ്ടികളിലാർക്കും സാധ്യമാവുകയില്ല എന്നതാണോ? യഥാർത്ഥത്തിൽ ഖുർആൻ അതുകൊണ്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹുവിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അള്ളാഹു മാറ്റിയെങ്കിലേ മാറുള്ളൂ. ഏതുപോലെ മനുഷ്യരുണ്ടല്ലോ അങ്ങനെയുള്ള സുന്നത്തുകൾ, മനുഷ്യൻ്റെ സുന്നത്ത്, മനുഷ്യൻ്റെ നടപടിക്രമങ്ങൾ അവൻ മാറ്റുമ്പോഴാണ് അത് അവന് ഗുണകരമാവുന്നത് അല്ലെങ്കിൽ ദ്രോഹകരമായി തീരുന്നത് എന്നുള്ള. സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത്ത് മിൻ ഖബൽ എന്ന് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മനുഷ്യരെ പലപ്പോഴും ശിക്ഷിച്ചിട്ടുണ്ട് അല്ലേ. പ്രകൃതി വിപത്തുകളിലൂടെ അള്ളാഹു പലപ്പോഴും മനുഷ്യനെ ശിക്ഷിച്ചിട്ടുണ്ട്. ഈ സുന്നത്ത് അള്ളാഹു മാറ്റി. ഇന്നിപ്പോൾ അള്ളാഹു പ്രകൃതി വിപത്തുകളിലൂടെ മനുഷ്യനെ ശിക്ഷിക്കല്ല ചെയ്യണത്, പരീക്ഷിക്കേണ്ടുള്ള വേറെ സംഗതിയാണ്. ഇന്നിപ്പോൾ ലോകത്ത് സംഭവിക്കുന്ന പ്രകൃതിപരമായിട്ടുള്ള അത്യാഹിതങ്ങൾ അത് ശിക്ഷയാണെന്ന് പറയാൻ പറ്റുമോ? അത് യഥാർത്ഥത്തിൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ശിക്ഷ എന്ന് പറയുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തി സമൂഹം അവരെ ധിക്കരിക്കുകയും അവർ പിന്നെയും ധിക്കാരത്തിലും അതിക്രമങ്ങളിലുമൊക്കെ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് ഈ ശിക്ഷ, ഭൗതിക ജീവിതത്തിലുള്ള ശിക്ഷ പറഞ്ഞത്. അത് ഒരു ഘട്ടത്തിൽ വരെ നടപ്പിലുണ്ടായിരുന്നുള്ളൂ, പിന്നീട് അത് അള്ളാഹു മാറ്റി. അപ്പോൾ അള്ളാഹുവിൻ്റെ സുന്നത്ത് ഈ ഭൂമിയിൽ പോലും മാറുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നാട്ടിൽ ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ ഭൂകമ്പം, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നടക്കണത് എന്തുകൊണ്ടാണ്? അതൊക്കെ അള്ളാഹു അവൻ്റെ സുന്നത്തിൽ മാറ്റം വരുത്തും, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മാറ്റം വരുത്തും എന്നുള്ള. അപ്പോൾ ലാ മുബദ്ദില ലി കലിമാത്തിഹി എന്നും സുന്നത്തല്ലാഹി വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താ? അതിൻ്റെ ആശയം ഈ അള്ളാഹുവിൻ്റെ കലിമത്തുകൾ, അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങൾ, തീരുമാനങ്ങൾ അത് മാറ്റാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും മാറ്റാൻ കഴിയില്ല. പ്രവാചകന്മാർക്ക് പോലും അല്ലെങ്കിൽ മലക്കുകൾക്ക് പോലും അതിൽ കൈയിടാൻ, അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സുന്നത്തിനെ തബ്ദീൽ മാറ്റുക എന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞതും മറ്റൊരാളും മാറ്റാൻ പോകില്ല, അള്ളാഹ് തന്നെ മാറ്റണം. അള്ളാഹു മാറ്റുമ്പോൾ അത് മാറും. അപ്പോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇതിൻ്റെയൊക്കെ കടിഞ്ഞാണുള്ളത്. ഇനി ഇദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ
അള്ളാഹുവിൻ്റെ സുന്നത്ത് എന്താണ്? അള്ളാഹു നിശ്ചയിച്ചത് മനുഷ്യനോട് പശ്ചാത്തപിക്കാൻ പറഞ്ഞു. അവൻ പശ്ചാത്തപിച്ചാൽ അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. എന്നാൽ ഒരാൾ മരണവേളയിലാണ് പശ്ചാത്തപിക്കണത് നിൽക്കുക, ഇത് അള്ളാഹു ഈ പറഞ്ഞതിന് വിരുദ്ധമല്ലേ? പശ്ചാത്തപിക്കുന്നവൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ഭാഗത്ത് പറയുകയും അതേ അവസരം മരണവേളയിൽ നിഷേധിയായിക്കൊണ്ട് മരിച്ചു പോകുന്ന ആൾ ആ സമയത്ത് പശ്ചാത്തപിച്ചാൽ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല എന്നും പറയുന്നത് വൈരുദ്ധ്യമല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ സുന്നത്ത് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. ആ സുന്നത്ത് എപ്പോൾ മാറ്റം വരുത്തുന്നുള്ളത് പറയേണ്ടതും അള്ളാഹുവാണ്, അല്ലെ റസൂലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യൻ്റെ പശ്ചാത്താപം മനുഷ്യൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്ന 2 ഘട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മനുഷ്യൻ മരണവക്രത്തിൽ അകപ്പെടുന്നതിന് മുമ്പ് മാലം യുഗർഗിർ, അവൻ മരണവക്രത്തിൽ അകപ്പെടുന്നതിന് മുമ്പായിട്ട് അവൻ പശ്ചാത്തപിച്ചാൽ മാത്രമാണ് ആ പശ്ചാത്താപം സ്വീകരിക്കുക. അങ്ങനെ പശ്ചാത്താപം സ്വീകരിക്കാതെ, അതായത് മരണവേളയിൽ വെപ്രാളപ്പെട്ട് പശ്ചാത്തപിക്കുന്നവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫറോവ മുങ്ങിച്ചാവുമ്പോൾ ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായേൽ, ഇസ്രായേലികൾ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഇലാഹ് തന്നെയാണ്, അള്ളാഹു തന്നെയാണ് എൻ്റെ ഇലാഹ്, വാന മിനൽ മുസ്ലിമി, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാളോട് അള്ളാഹുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ആൽ ആന ഇപ്പോഴാണോ ഇത് എന്നെ വിശ്വസിക്കാൻ തയ്യാറാവുന്നതെന്നാണ്. ഞാൻ മുസ്ലിമാണെന്നും അള്ളാഹുവിനെ അങ്ങനെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയാൻ തയ്യാറാകുന്ന ഇപ്പോഴാണോ? ഒക്കത് അസൈത്ത കബലോ, ഇതിനു മുമ്പ് നീ ധിക്കാരം പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് വിശുദ്ധ അള്ളാഹു ഫിറഔന് നൽകിയ മറുപടി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒന്നതാണ്. അപ്പം മരണത്തിൻ്റെ മുമ്പ് പശ്ചാത്തപിക്കണം. രണ്ടാമത്തതാണ് ഖബലാന്തത്തുലു അശംസ്, സൂര്യൻ പടിഞ്ഞ മഗ്രിബിഹ, സൂര്യൻ ഏത് ഭാഗത്താണോ അസ്തമിച്ചത് ആ അസ്തമിച്ച സ്ഥലത്തു കൂടി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കണം. അതിൻ്റെ ശേഷം പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലായിരുന്നു. അതിൻ്റെ ശേഷം പശ്ചാത്തപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സന്ദർഭം കഴിഞ്ഞു പോയി എന്നുള്ളതാണ് കാരണം. പശ്ചാത്താപത്തിൻ്റെ കവാടം അതോട് കൊട്ടിയടക്കപ്പെടുകയാണ്. ഇതിനെ ചോദ്യം ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് ഈ മനുഷ്യനോ അല്ലെങ്കിൽ അയാളുടെ അനുയായികൾക്കോ ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു സംഗതി അത് അള്ളാഹു പറയുന്നു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അത് അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാമെന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയമാവുകയുള്ളൂ. ഇദ്ദേഹത്തെ പോലുള്ള അവിശ്വാസം കൈക്കൊണ്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാഗ്ദാനങ്ങളെ തള്ളിപ്പറയുന്ന, അതിലൊന്നും കാര്യമില്ല എന്ന് വരുത്തി തീർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും അവർക്ക് കുറച്ച് ആളുകളുടെ പിൻബലം കിട്ടണം. ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തങ്ങൾ വലിയ പണ്ഡിതന്മാരും വലിയ ബുദ്ധിജീവികളും അതുപോലെ തന്നെ യുക്തിബോധമുള്ള ആളുകൾ ആണെന്നൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നുള്ള ആ ഒരു ധിക്കാരപരമായിട്ടുള്ള സമീപനത്തിലാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത.